നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ബസറയിൽ നബിതങ്ങളെപ്പോലെ കാണാൻ വേണ്ടി തോന്നിക്കുന്ന ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. കാബിസ് ഇബ്നു റബീഅ എന്നാണ് അയാളുടെ പേര്. താബിഈ പണ്ഡിതനാണ് അദ്ദേഹം. ഈ വാർത്ത നാടൊക്കെ പരന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ കാണാൻ തോന്നിപ്പിക്കുന്ന ഒരാൾ ബസറയിലുണ്ട് എന്ന വാർത്ത നാട്ടിൽ കാട്ടുതീ പോലെ പരന്നു. ഈ വാർത്ത ആര് കേട്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷത്തോളം ഖിദ്മത്ത് ചെയ്ത, നബി തങ്ങളെ കണ്ണ് നിറച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഖാദിം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഈ വാർത്ത കേട്ടു. അപ്പം തന്നെ അദ്ദേഹം വണ്ടി കയറി നേരെ ബസറയിൽ ഈ മനുഷ്യന്റെ അടുക്കലേക്ക് പോയി. അദ്ദേഹത്തെ കണ്ടതും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ നിയന്ത്രണം വിട്ടു. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു, കെട്ടിപ്പിടിച്ചു. എന്നിട്ട് കൂടെയുള്ള ജനങ്ങളോട് പറഞ്ഞു, മൻ അഹബ്ബ അൻ യൻദുറ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽയൻദുർ ഇലാ കാബിസ് ഇബ്നു റബീഅ. ആർക്കെങ്കിലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ കാലത്ത് കാണണമെന്നുണ്ടെങ്കിൽ കാബിസ് ഇബ്നു റബീഅയിലേക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അത്രക്കും എക്സാക്ട് ഒരു പതിപ്പായിരുന്നു കാബിസ് ഇബ്നു റബീഅ. അങ്ങനെ ഇത് ജനങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പോൾ പിന്നെ ഇയാളുടെ ശുഹ്റത്ത്, ആ പ്രസിദ്ധി വീണ്ടും വർദ്ധിച്ചു. ആളുകളൊക്കെ ഇദ്ദേഹത്തെ വരാൻ തുടങ്ങി. പല ആളുകളും ഇദ്ദേഹത്തെ കൊണ്ട് ഫിത്നയിലാകാൻ തുടങ്ങി. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത് പോലെ ആളുകൾ ഇദ്ദേഹത്തെ കാണുന്നു, നബി തങ്ങളോട് ചെയ്യുന്നത് പോലെ ഇദ്ദേഹത്തോട് ചെയ്യുന്നു. അങ്ങനെ പല ആളുകളും ഫിത്നയിൽ അകപ്പെടുത്താൻ വരെ തുടങ്ങി. ഇങ്ങനെ ഒരു അവസ്ഥ എത്തിയപ്പോൾ അന്ന് അവിടുത്തെ അമീർ അബ്ദുല്ലാഹ് ബിൻ ആമിർ റഹിമഹുല്ല, അദ്ദേഹം അന്നത്തെ ഖലീഫയായിരുന്ന മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ കത്തെഴുതി. ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്, പലരും അയാൾ കാരണം ഫിത്നയിൽ അകപ്പെടുന്നു, കാരണം ആളുകൾ ഓവറാക്കുന്നു, അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്ന് പറഞ്ഞ് കത്തെഴുതി. മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങനെ പരാതി കിട്ടിയപ്പോൾ ഈ കാബിസ് ബിൻ റബീഅയെ ഷാമിലേക്ക്, സിറിയയിലേക്ക് വിളിപ്പിച്ചു. അവിടെയാണ് മുആവിയ റളിയല്ലാഹു അൻഹു ഉള്ളത്. അപ്പം ഈ കാബിസ് ബിൻ റബീഅ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് പ്രവേശിക്കുന്ന രംഗം ചരിത്രത്തിൽ പറയുന്നുണ്ട്. ദൂരെ നിന്ന് വാതിലിൽ കൂടി അദ്ദേഹം ഇങ്ങനെ സദസ്സിലേക്ക് പ്രവേശിച്ചു. ദൂരത്ത് നിന്ന് തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടു. എന്തിനാ വിളിപ്പിച്ചത്? പരാതി കിട്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി, ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചതാ. പക്ഷേ അദ്ദേഹം പ്രവേശിച്ച് അദ്ദേഹത്തെ കണ്ടതോടുകൂടി നസല അൻ സരീരിഹി, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൺട്രോളും വിട്ടു. അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി ഇറങ്ങി വമശാ ഇലൈഹി, കാബിസിന്റെ അടുക്കലേക്ക് നടന്നുപോയി. ഹത്താ ഖബ്ബല ബൈ, അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് കണ്ണിന്റെ ഇടയിൽ ഇങ്ങനെ ആഞ്ഞാഞ്ഞു ചുംബിച്ചു. അദ്ദേഹത്തിന് നിയന്ത്രണം കിട്ടും. കാരണം എന്താ? ഒന്നുമില്ലെങ്കിലും മുആവിയ റളിയല്ലാഹു അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്, പ്രിയപ്പെട്ട അനുയായിയാണ്. നബിയെപ്പോലെ കാണാൻ തോന്നിക്കുന്ന ഇദ്ദേഹത്തെ കണ്ടപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന് നിയന്ത്രണം വിട്ടുപോയി. അങ്ങനെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ വിളിപ്പിച്ച ഈ മനുഷ്യനെ അദ്ദേഹം ബഹുമാനത്തോടുകൂടി ആദരിച്ച് അദ്ദേഹത്തിന്റെ അടുക്കൽ ഇരുത്തി അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അവസാനം തിരിച്ചു പോകുമ്പോൾ മിർഗാബ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകം ഭൂമി, കുറച്ച് സെന്റ് സ്ഥലം ഇദ്ദേഹത്തിന് ബൈത്തുൽ മാലിൽ നിന്ന് പതിച്ചു നൽകിയിട്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹു തിരിച്ചയച്ചത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബ്ബത്ത്. അനസ് റളിയല്ലാഹു അൻഹു പറയുക, ലമ്മാ ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മദീനത അളഅ മിൻഹാ കുല്ല ഷൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് പ്രവേശിച്ചപ്പോൾ മദീനത്തുള്ള മുഴുവൻ വസ്തുക്കളും പ്രകാശപൂരിതമായി. വലമ്മാ തുവഫിയ അദ്ലമ മിൻഹാ കുല്ലു ഷൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ മദീന മുഴുവനും അന്ധകാരത്തിലായി, ഇരുൾ മൂടിയെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു.